ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിനെതിരെ തെളിവ് കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെന്ന് കൊല്ലം വിജിലൻസ് കോടതി. എസ് ശ്രീകുമാറിന്റെ ജാമ്യ ഉത്തരവിലാണ് നിരീക്ഷണം. കേസിലെ പ്രതിയായ കെ പി ശങ്കരദാസിനെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തു. ദ്വാരപാലക ശില്പക്കേസിലെ 6ാം പ്രതിയായ എസ് ശ്രീകുമാറിന് അറസ്റ്റിലായി 43ാം ദിവസമാണ് ജാമ്യം അനുവദിച്ചത്. ബി മുരാരി ബാബുവിന് പിന്നാലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ശ്രീകുമാർ ദ്വാരപാലക ശില്പപാളികൾ കടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ജോലിയിൽ പ്രവേശിച്ചത്. ശ്രീകുമാറിനെതിരെ തെളിവ് കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞില്ല എന്ന് നിരീക്ഷിച്ച കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ശ്രീകുമാറിന് ബന്ധമുണ്ടെന്ന് തെളിയിക്കാനും കഴിഞ്ഞില്ല. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഒപ്പുവെച്ചതെന്നും സ്വർണ്ണപ്പാളി കടത്തിയതിൽ പങ്കില്ല എന്നും എസ് ശ്രീകുമാർ ജാമ്യഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം കേസിലെ മറ്റൊരു പ്രതിയായ കെ പി ശങ്കരദാസിനെ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. വീണ്ടും 14 ദിവസത്തേക്ക് കൂടി ശങ്കർദാസിനെ റിമാൻഡ് ചെയ്തു. ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം വീൽചെയറിലാണ് പ്രതിയെ കോടതിക്കുള്ളിൽ പ്രവേശിപ്പിച്ചത്. കേസിലെ മറ്റൊരു പ്രതിയായ സുധീഷ് കുമാറിന്റെ റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞതിനാൽ ഉടൻ ജാമ്യഹർജി സമർപ്പിക്കും. ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ സ്വാഭാവിക ജാമ്യമാണ് ലഭിക്കുക. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.